ഹായ് സ്റ്റുഡൻസ്, ആപ്പിൾ ബി അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വരുന്ന ജൂൺ 2024 എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ എക്സാമുകളിൽ നിങ്ങൾ ഏത് ടോപ്പിക്കിന് ഫോക്കസ് കൊടുത്തിട്ടാണ് വരുന്ന എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2023 ജൂൺ 2023 ഡിസംബർ 2023 ക്വസ്റ്റൻസുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ അക്കൗണ്ടിംഗ് ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്ന ഒരു ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത്. സോ നമുക്ക് ഓൾറെഡി അക്കൗണ്ടിങ്ങിൽ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് എന്താണെന്ന് നമ്മൾ പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. എങ്കിലും നമ്മൾ ഈ 2023 ക്വസ്റ്റൻസ് എടുത്തു വെച്ച് നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുകയാണ് ഏത് ഒരു ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റൻസ് വരുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ ഏരിയാസ് ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ബട്ട് നമ്മൾ എങ്ങനെ അതിൽ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാമിന് ഏത് തരത്തിൽ ആ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു, സോ അത് നമുക്ക് എങ്ങനെ അടുത്ത എക്സാമിനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ ഈ വീഡിയോ വഴി കിട്ടും. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടി നമ്മുടെ അനാലിസിസ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന യൂണിറ്റ് കൊമേഴ്സ് മാനേജ്മെൻറ്റ് സ്റ്റുഡൻസ് രണ്ട് പേർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു യൂണിറ്റാണ്. സോ ഇതിൽ കോമൺ ഏരിയാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ മാനേജ്മെൻറ്റിനും കൊമേഴ്സിനും ചോദിച്ച ക്വസ്റ്റ്യൻ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനിലാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ കൊമേഴ്സിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും പലപ്പോഴും റിപ്പീറ്റ് എന്ന് ഞാൻ പറഞ്ഞാൽ അതേ പാറ്റേണിൽ ചോദിക്കും എന്നുള്ളതല്ല. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഓപ്ഷൻസ് ക്വസ്റ്റ്യൻസ് അതേപോലെ അവിടെ റെപ്ലിക്കേറ്റ് ചെയ്യും എന്നുള്ളതല്ല. ബട്ട് അവിടെ ചോദിച്ചത് എന്തായിരുന്നോ ആ ഒരു കോൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്ത് മാനേജ്മെൻറ്റ് ചോദിക്കാറുണ്ട്. അതായത് കഴിഞ്ഞ ഇപ്പോൾ ജൂൺ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ കൊമേഴ്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡിസംബർ 2023 മാനേജ്മെൻറ്റിന് മറ്റൊരു വേർഷനിൽ ചോദിച്ചിരിക്കുന്നതാണ്. ഇതുപോലെ തന്നെ മാനേജ്മെൻറ്റിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മറ്റൊരു വേർഷനിൽ കൊമേഴ്സുകാരോടും ചോദിച്ചിരിക്കുന്നതാണ്. സോ നമ്മൾ നല്ല രീതിയിൽ നെറ്റ് എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കോമൺ ടോപ്പിക്സ് ഉള്ള ഏരിയാസിൽ നമുക്ക് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുമോ അതെല്ലാം നമ്മൾ കൃത്യമായി പരിശോധിച്ച് വേണം പഠിക്കാനായിട്ട്. സോ നിങ്ങൾക്ക് വളരെ കൃത്യമായൊരു പഠനത്തിന് കൊമേഴ്സ് മാനേജ്മെൻറ്റ് രണ്ടിൻ്റെയും ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മളത് ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ ഒരു ഇത്തവണത്തെ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ടോപ്പിക്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. സോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു ഏരിയ നമുക്കറിയാം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട പറഞ്ഞു പോകുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ ഓൾറെഡി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, റേഷ്യോ അനാലിസിസ് ഒക്കെ തന്നെയും ഡിസ്കസ് ചെയ്താണ്. സോ എനിവേ നമ്മൾ ഇവിടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെ പഠിക്കണം ആൻഡ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് 2023 കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റുകാർക്ക് വന്ന ക്വസ്റ്റ്യൻസും നോക്കാം. സോ എന്തായിരുന്നു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? സോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത് ഇത് ആക്ച്വലി ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ടൂളാണ്. അതായത് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ അനലൈസ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. ഓക്കെ, അതായത് ഈ ഒരു ബേസിസിൽ നമ്മൾ അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് നമ്മുടെ ഫേമിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് സാധിക്കും. സോ നമ്മളൊരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാങ്ക്സ് അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയൊക്കെ നമ്മൾ ലോണിന് വേണ്ടി അപ്രോച്ച് ചെയ്യുമ്പോൾ വളരെ ഈസിലി നമുക്കത് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. കാരണം നമ്മുടെ ലിക്വിഡിറ്റി പൊസിഷൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് വളരെ കൃത്യമായിട്ട് അവർക്ക് വ്യക്തമാകും എന്നുള്ളതാണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഏതൊക്കെ സോഴ്സസിൽ നിന്ന് അല്ലെങ്കിൽ ഏതൊക്കെ ആക്ടിവിറ്റീസിൽ നിന്ന് എത്രത്തോളം ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ടായി, എത്രത്തോളം ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനായിട്ട് ഇത് വളരെ യൂസ്ഫുൾ ആണെന്നുള്ളതാണ്. സോ നമുക്കറിയാം നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഒക്കെ പറയുമ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 ഫോളോ ചെയ്തിട്ടാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അങ്ങനെ ഒരു പ്രോപ്പർ സ്റ്റാൻഡേർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ അങ്ങനെ ഒരു കമ്പാരിസണിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു പ്രോപ്പർ സ്റ്റാൻഡേർഡ് ഉണ്ട്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ കൃത്യമായൊരു സ്റ്റാൻഡേർഡ് ഇല്ല. നമുക്ക് അവിടെ കുറച്ചുകൂടി ഒരു ഫ്രീഡം ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് ദിസ് ഈസ് വെരി കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്, മറ്റൊരു ഓപ്ഷണലാണ്. സോ അങ്ങനെയുള്ള ഡിഫറൻസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മളിവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ക്യാഷ് ഔട്ട്ഫ്ലോസ് ആൻഡ് ക്യാഷ് ഇൻഫ്ലോസ് വരുന്നുണ്ട് ആൻഡ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് ആക്ടിവിറ്റീസിൻ്റെ കീഴിലാണ് എന്നുള്ളതാണ്. സോ മേജറായിട്ട് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഫൈനാൻസിങ് ആക്ടിവിറ്റി, ഇങ്ങനെയാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ അതിലെ ആക്ടിവിറ്റീസിനെ നമ്മൾ തരംതിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ ആക്ടിവിറ്റിയിലും എന്തൊക്കെയാണ് ഇൻകംസ്, അല്ലെങ്കിൽ ഈ ഓരോ ആക്ടിവിറ്റിയിലും എന്തൊക്കെയായിരുന്നു ക്യാഷ് ഔട്ട്ഫ്ലോസ് സംഭവിച്ചതെന്നുള്ളതാണ് നിങ്ങളിവിടെ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത്. സോ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുമ്പം ശരിക്കും ആ ഫേമിൻ്റെ
പ്രിൻസിപ്പൽ റവന്യൂ ഏരിയ ഏതാണോ അതാണ്. ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അറിയാം അവർ സെയിൽ ചെയ്യുന്നത് ത്രൂ ആണ് അവർക്ക് മേജർ റവന്യൂ കിട്ടുന്നത്. പക്ഷെ അതേസമയം ഒരു ഫിനാൻഷ്യൽ സർവീസ് നടത്തുന്ന ഒരു ഫേം ആണെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ആയിരിക്കും അവരുടെ പ്രൈമറി ഇൻകം എന്ന് പറയുന്നത്. സോ നമുക്കതൊരു ക്വസ്റ്റൻ വരുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ പറഞ്ഞ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാം. എനിവേ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന അവരുടെ പ്രിൻസിപ്പിൾ, അവർക്ക് എവിടെ നിന്നാണ് വരുമാനം കിട്ടുന്നത്, അവരുടെ മേജർ സോഴ്സ് ഓഫ് ഇൻകം എവിടെയാണെന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ ജനറലി നമ്മൾ പറയുന്ന ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഇതാണ്. റെസീറ്റ് ഫ്രം sale of goods and services or rendering services, then cash receipt from royalty, fees, commission and other revenue. Cash payment ആകുമ്പം നമ്മൾ സപ്ലയേഴ്സിന് റോ മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എംപ്ലോയീസിന് പേ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും ക്യാഷ് പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ക്യാഷിൻ്റെ പെർസ്പെക്റ്റീവിൽ മാത്രമായിരിക്കണം ഡിസ്കസ് ചെയ്യേണ്ടത്. അതായത് ക്യാഷ് എത്രത്തോളം വന്നു, ക്യാഷ് എത്രത്തോളം പോയി, അതല്ലാതെ അവിടെയുള്ള ഒരു എഫക്റ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. ലൈക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങളൊരു ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേമിലേക്ക് അസറ്റ് വന്നല്ലോ എന്നല്ല, നമ്മൾ ക്യാഷിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് മാത്രമാണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. സോ ഫേം നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റീസിലേക്ക് നോക്കുകയാണെങ്കിൽ ക്യാഷ് പേയ്മെൻറ്റുകളും റെസീറ്റുകളും ഇവിടെയുണ്ട്. സോ ക്യാഷ് പേയ്മെൻറ്റ് പർച്ചേസ് ഫിക്സഡ് അസറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പർച്ചേസ് അല്ലെങ്കിൽ സെയിൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലാണ് കാണുന്നത്. സോ നിങ്ങളൊരു അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുത്തിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ, അല്ലേ? സോ ദർ ഇസ് ക്യാഷ് ഔട്ട്ഫ്ലോ. നേരെ മറിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ഒരു അസറ്റ് നിങ്ങൾ സെല്ല് ചെയ്യുകയാണെങ്കിലോ നമുക്ക് ക്യാഷിന് എന്ത് പറ്റി, സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അല്ലേ? സോ അവിടെ ഒരു ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ടായി. സോ ഔട്ട്ഫ്ലോസ് ആൻഡ് ഇൻഫ്ലോസ്. സോ പർച്ചേസും സെയിലും എന്തുമായിട്ട് ബന്ധപ്പെട്ട്, അസറ്റുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി വളരെ 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 പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണിത്. ക്യാഷ് പേയ്മെന്റ് ടു അക്യൂർ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ആൻഡ് അതർ ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ഓഫ് അതർ എന്റർപ്രൈസ്. മറ്റേതെങ്കിലും ഫേമുകളിൽ നിങ്ങൾ അവിടെ മറ്റൊരു ഫേമിൻ്റെ ഡിബെഞ്ചർ പർച്ചേസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ് പർച്ചേസ് ചെയ്യാണ്, ഷെയർ പർച്ചേസ് ചെയ്യാണ്, അതൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, മറ്റൊരു കമ്പനിയുടെയാണ്. ഓക്കെ, ആൻഡ് മറ്റൊരു കമ്പനിയിൽ നിന്ന് നിങ്ങൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഷെയർസുകളാണെങ്കിൽ നിങ്ങൾക്ക് ഡിവിഡൻഡ് കിട്ടും, ഡിബഞ്ചറുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും. സോ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ് എന്നൊക്കെ തന്നാൽ അത് ക്യാഷ് റെസീറ്റ് ആണെന്ന് ഓർത്തോണം. നമുക്ക് ഈ കോൺസെപ്റ്റ് ഇച്ചിരി ലൈക്ക് നിങ്ങൾ കൃത്യമായി പഠിച്ചു വെച്ചില്ലെങ്കിൽ നമുക്കൊന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം നമുക്ക് ഡിവിഡൻഡ് കിട്ടി അല്ലെങ്കിൽ ഡിവിഡൻഡ് റിസീവ്ഡ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണെന്ന് ഓർത്തോണം. അത് ഫിനാൻസിങ് ആക്ടിവിറ്റി ആയിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല. ആൻഡ് ഫൈനലി നമ്മൾ ഫൈനാൻസിങ് ആക്ടിവിറ്റീസിലേക്ക് വരികയാണ്. ഇറ്റ് ഷോസ് ദ നെറ്റ് ഫ്ലോ ഓഫ് ക്യാഷ് that are used to fund the company. So financing activities include transaction involving debt, equity and dividend. So financing activities ലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ ഫേമിൻ്റെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ ഏത് ഫേമിനെ കുറിച്ചാണോ ഡിസ്കസ് ചെയ്യുന്നത് ആ ഫേമിൻ്റെ ഡെറ്റ് അല്ലെങ്കിൽ ഇക്വിറ്റി, അത് ത്രൂ ഒക്കെ അവർക്കുണ്ടാകുന്ന ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഫൈനാൻസിങ് ആക്ടിവിറ്റീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അവിടെയും നമുക്ക് ഇൻഫ്ലോസും ഉണ്ട് ഔട്ട്ഫ്ലോസും ഉണ്ട്, അല്ലെങ്കിൽ റെസീറ്റും ഉണ്ട് ഡിസ്ബേഴ്സ്മെൻറ്റും ഉണ്ട്. റെസീറ്റിലേക്ക് വരുമ്പം നിങ്ങൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, നിങ്ങൾക്ക് ക്യാഷ് കിട്ടുകയാണ്, അല്ലേ? നിങ്ങൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു, ആൾക്കാരിൽ നിന്നും വീണ്ടും നിങ്ങൾക്ക് ക്യാഷ് കിട്ടുകയാണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഫണ്ട് കിട്ടുകയാണ്. ലോൺ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലയബിലിറ്റി കൂടി, പക്ഷേ നിങ്ങൾക്ക് ക്യാഷ് ഇപ്പോൾ കയ്യിലേക്ക് വന്നു, അല്ലേ? സോ ഇതെല്ലാം ക്യാഷ് ഇൻഫ്ലോസ് ആണ്. നേരെ മറിച്ച് ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് എഫക്റ്റ്, നിങ്ങൾ ഷെയർ ബൈബാക്ക് ചെയ്യുകയോ റിഡീം ചെയ്യുകയോ ഒക്കെയാണെങ്കിൽ നിങ്ങൾ ക്യാഷ് തിരിച്ചു കൊടുക്കണം, അല്ലേ? ഡിബഞ്ചർ റിഡംഷൻ ഓർ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ, അപ്പോഴും ക്യാഷ് തിരിച്ചു കൊടുക്കുകയല്ലേ? ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആൻഡ് ലോൺസ്. സോ ഡിവിഡൻഡ് പെയ്ഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ അത് ഏത് ആക്ടിവിറ്റീസിൻ്റെ കീഴിലേ വരുള്ളൂ? ഫൈനാൻസിങ് ആക്ടിവിറ്റിയിലേ വരുള്ളൂ. കാരണം ആ ഫേമിലെ ഷെയർ ഹോൾഡേഴ്സിന് അവർ ഡിവിഡൻഡ് കൊടുത്തു, ആ ഫേമിലെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അവർ ഇൻട്രസ്റ്റ് കൊടുത്തു. സോ ഡിവിഡൻഡ് പെയ്ഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ അത് ഫൈനാൻസിങ് ആക്ടിവിറ്റി. ഡിവിഡൻഡ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്, കേട്ടോ? അത് കൺഫ്യൂസ്ഡ് ആയി പോകാതിരിക്കാൻ പ്രത്യേകം ഓർത്തോണം. ഇനി ഇവിടെ നമുക്ക് ഒരു കാര്യവും കൂടെ പറയാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കറണ്ട് അസറ്റിലും കറണ്ട് ലയബിലിറ്റിയിലും വരുന്ന മാറ്റം ക്യാഷ് ഔട്ട്ഫ്ലോനെയും ക്യാഷ് ഇൻഫ്ലോനെയും എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. സോ കറണ്ട് ലയബിലിറ്റിയെക്കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി, കറണ്ട് ലയബിലിറ്റി കൂടുകയാണ്. അപ്പം നമ്മളോട് ചിലപ്പോൾ ഇത് ഡയറക്റ്റ്ലി ഇങ്ങനെ ചോദിക്കാം, ഇങ്ങനെ തന്നെ ചോദിക്കാം, അതല്ലെങ്കിൽ നിങ്ങളോട് എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് ചോദിക്കാം. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഫസ്റ്റ് ഏരിയ ഇതായിരുന്നു, ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി കൂടുകയാണ്. സോ എക്സാമ്പിൾ ഞാൻ ക്രെഡിറ്റേഴ്സിനെ എടുക്കുകയാണ്. ക്രെഡിറ്റേഴ്സ് 40,000 നിന്ന് 50,000 ഉയർന്നു. സോ 40,000 ആയിരുന്നു, അത് 50,000 ആയി. അപ്പം നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? 40,000
ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 40,000 രൂപയുടെ ക്രെഡിറ്റേഴ്സ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 50,000 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 10,000 രൂപയും കൂടെ നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് അല്ലേ? 10,000 രൂപയും കൂടെ നിങ്ങൾ കൂട്ടി. അല്ലെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം. ഷോർട്ട് ടേം ലോണാണ് ഞാൻ പറയുന്നത്. ഷോർട്ട് ടേം ലോൺ നമുക്കൊരു 40,000 രൂപയായിരുന്നു. ഇപ്പം നിങ്ങളുടെ ഷോർട്ട് ടേം ലോൺ 60,000 ആയി. എന്താ അതിൻ്റെ മീനിങ്? നിങ്ങളൊരു 20,000 രൂപയും കൂടെ ലോൺ എടുത്തെന്നുള്ളതാണ്. അപ്പോൾ ക്യാഷിന് എന്ത് സംഭവിച്ചു? 20,000 രൂപയും കൂടെ നിങ്ങൾ ലോൺ എടുത്തപ്പോൾ 20,000 രൂപയും കൂടെ നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടി അല്ലേ? അപ്പോൾ ദർ ഇസ് ക്യാഷ് ഇൻഫ്ലോ. നേരെ മറിച്ച് കറണ്ട് ലയബിലിറ്റി കുറഞ്ഞു, നിങ്ങളുടെ ഈ പറയുന്ന ലോണിൻ്റെ എമൗണ്ട് കുറഞ്ഞു. ഇപ്പം 40,000 നിന്ന് 20,000 അല്ലെ ക്രെഡിറ്റേഴ്സ് 10,000 നിന്ന് 5,000 ഇതെപ്പോഴാണ് കുറയുന്നത്? നമ്മളവർക്ക് കൊടുത്തു തീർക്കുമ്പോഴല്ലേ അല്ലേ? നിങ്ങളുടെ ലയബിലിറ്റി കുറയണമെങ്കിൽ നിങ്ങളത് കൊടുത്തു തീർക്കണം. സോ കൊടുത്തു തീർക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ ദർ ഇസ് ക്യാഷ് ഔട്ട് ഫ്ലോ. സോ എപ്പോഴും ഓർക്കുക, കറണ്ട് ലയബിലിറ്റി കൂടിയാൽ ദർ ഇസ് ക്യാഷ് ഇൻഫ്ലോ, കുറഞ്ഞാലാണ് അവിടെ ക്യാഷ് ഔട്ട് ഫ്ലോ വരുന്നത് കേട്ടോ. ഒരു റിവേഴ്സ് രീതിയിലാണ് അത് ഓർത്ത് വെച്ചോണം. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ട് അസറ്റിൽ വരുന്നത്. അപ്പോൾ ഒന്ന് പഠിച്ചാൽ മറ്റൊന്ന് നിങ്ങൾക്ക് ഓർത്തിരിക്കാമെന്നുള്ളൂ. അപ്പോൾ ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് ആണെങ്കിൽ എന്ത് വരും? ഔട്ട് ഫ്ലോ വരും. ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ് ആണെങ്കിൽ എന്ത് വരും? ഇൻഫ്ലോ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിനെ ഒന്ന് മാനേജ് ചെയ്ത് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ജൂൺ 2023 മാനേജ്മെന്റിനോട് ചോദിച്ച ക്വസ്റ്റൻ ആണിത്. ക്യാഷ് ഫ്ലോസ് ആർ ഗ്രൂപ്ഡ് ഇൻ ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആസ് പെർ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3 ഇൻടു വിച്ച് ഓഫ് ദ ഫോളോയിങ് മേജർ കാറ്റഗറീസ്? ഓപ്ഷൻ എ ക്യാഷ് റെസീറ്റ്, ക്യാഷ് ഡിസ്ബേഴ്സ്മെന്റ് ആൻഡ് നോൺ ക്യാഷ് activities. Option B direct cash flows and indirect cash flows. Option C operating activities, investing activities, collection activities. And option D ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഫൈനാൻസിങ് ആക്ടിവിറ്റി. സോ നോക്കിയാൽ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഏതൊക്കെ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിട്ടാണെന്നുള്ളതാണ്. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ഡി, ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ്, ഫൈനാൻസിങ്. ഓക്കെ, ഇവിടെ നമുക്കൊരു കളക്ഷൻ ആക്ടിവിറ്റീസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. വളരെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് ആ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് അറിയാമായിരുന്നുവെങ്കിൽ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആയിരുന്നു. സോ മൂവിങ് ടു അനദർ ക്വസ്റ്റൻ. ഡിസംബർ 2023 മാനേജ്മെന്റ് സ്റ്റുഡൻസിനോട് ചോദിച്ച ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ക്യാഷ് ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് ഓഫ്? സോ ഇവിടെ നിങ്ങൾ ഫൈനാൻസിങ് ആക്ടിവിറ്റിയുടെ കീഴിൽ വരുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ക്യാഷ് റെസീറ്റ് ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർസ്, cash payment for buyback of shares, brokerage paid for acquisition of fixed asset, payment of cash dividend, cash receipt of interest and dividend on long-term investment. So first point നോക്കാം. Cash receipt from issue of shares. ഫൈനാൻസിങ് ആക്ടിവിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഷെയറിൻ്റെ ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ട കാര്യം. സോ നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. എ നിർബന്ധമായിട്ടും വരണം. സോ എ ഉള്ള എത്ര ഓപ്ഷൻസ് ഉണ്ട്? 3 ഓപ്ഷൻസ് ഉണ്ട്. സോ നമുക്ക് ഈ സ്റ്റേജിൽ ഓപ്ഷൻ സി എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എനിവേ നമുക്ക് വീണ്ടും അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. ക്യാഷ് പേയ്മെന്റ് ഫോർ ബൈബാക്ക് ഓഫ് ഷെയർസ്. യെസ്, ബൈബാക്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാകുന്നതാണ്. അതും ഫൈനാൻസിങ് ആക്ടിവിറ്റി തന്നെ വരുന്നതാണ്. അപ്പോൾ എയും വരണം, ബിയും വരണം. എയും ബിയും ഉള്ള രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ. ഓക്കെ, ഓപ്ഷൻ എ ഓർ ഓപ്ഷൻ ഡി. അപ്പോൾ ഇവിടെ ഇനി ഒരൊറ്റ കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞാൽ മതി. ഓപ്ഷൻ സി വരികയാണെങ്കിൽ ആൻസർ എ ആണ്. ഓപ്ഷൻ സി വരത്തില്ല എങ്കിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആയിരിക്കും. സോ നമുക്ക് സി കൂടി നോക്കാം. ബ്രോക്കറേജ് പെയ്ഡ് ഫോർ അക്വിസിഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ അത് ഫൈനാൻസിങ് ആക്ടിവിറ്റിയിൽ വരുമോ? ഒരിക്കലും ഇല്ല. സോ സി വരാൻ പാടില്ല. സോ എ വരണം, ബി വരണം, സി വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും ഒരു 3 സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചപ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. ഇതാണ് കോമ്പിനേഷൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. സോ ഫൈനലി ഏതായാലും നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി നോക്കാം. പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് ഡിവിഡൻഡ്. യെസ്, ഡിവിഡൻഡ് പെയ്ഡ് എന്ന് വന്നാൽ ഞാൻ എപ്പോഴും പറഞ്ഞത് ഫൈനാൻസിങ് ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുത്തണം എന്നാണ്. സോ ഡി വരണം. ആൻഡ് വാട്ട് അബൌട്ട് ഈ ക്യാഷ് റെസീറ്റ് ഫ്രം ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഓൺ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്? ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇനി അങ്ങനെ പറഞ്ഞിട്ടില്ലേ പോലും ഡിവിഡൻഡ് റിസീവ്ഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഏത് ആക്ടിവിറ്റിയുടെ കീഴിലാണ് വരിക? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയുടെ കീഴിലാണ് വരിക. സോ ഓപ്ഷൻ എ വരണം, ഓപ്ഷൻ ബി വരണം, ഓപ്ഷൻ ഡി വരണം. സോ എ, ബി, ഡി. സോ വിച്ച് ഇസ് ദ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി. Moving to another question. Again, December 2023 തന്നെ ചോദിച്ച question ആണ്. In case of financial enterprises, cash flow arising from dividend received and paid is shown in cash statement under which one of the following activities? പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ വായിച്ചാൽ മെജോറിറ്റി ആൾക്കാരും, അതായത് ഇവിടെ ഡിവിഡൻഡ് റിസീവ്ഡും പെയ്ഡും തന്നിട്ടുണ്ട്. സോ ദർ ഇസ് കൺഫ്യൂഷൻ.
പക്ഷേ അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഫൈനാൻസിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ചൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഓപ്ഷൻ ഡിയിലേക്ക് വരുമ്പോൾ ഡിവിഡൻഡ് റിസീവ്ഡ് ഇസ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഡിവിഡൻഡ് പെയ്ഡ് ഇസ് ഫൈനാൻസിങ് ആക്ടിവിറ്റി എന്നുള്ളൊരു ഓപ്ഷനും കിടപ്പുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ശ്രദ്ധിക്കുക. ഇൻ കേസ് ഓഫ് ഫൈനാൻഷ്യൽ എൻ്റർപ്രൈസ്, ഇതൊരു മാനുഫാക്ചറിങ് എൻ്റർപ്രൈസ് അല്ല, ഇതൊരു ഫൈനാൻഷ്യൽ എൻ്റർപ്രൈസ് ആണ്. അപ്പോൾ അവരുടെ മേജർ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് ത്രൂ ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്, അതായത് ഈ പറയുന്ന മേജർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എവിടെയായിരിക്കണം വരേണ്ടത്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലാണ് വരേണ്ടത്. അതിൻ്റെ പോയിന്റ് ഇതാണ്, ഇതൊരു ഫൈനാൻഷ്യൽ എൻ്റർപ്രൈസ് ആണ്. അതായത് അവിടെ മേജറായിട്ട് നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, അതായത് ഈ ഡിവിഡൻഡ് റിസീവ്ഡ് പെയ്ഡ് എന്നൊക്കെ പറയുന്ന അവരുടെ ഏറ്റവും മേജർ ആയിട്ടുള്ള സോഴ്സ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത് അതിൽ നിന്നാണ്. നമ്മളിതിന് മുമ്പ് ഡിസ്കസ് ചെയ്ത് പല ആക്ടിവിറ്റി ക്ലാസിഫിക്കേഷനിലൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ജനറലി ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ മാനുഫാക്ചറിങ് കൺസേണിനെ കുറിച്ചാണ് പറഞ്ഞത്. സോ ഇവിടെ നിങ്ങൾ എക്സ്ട്രാ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഫേം ഏത് തരത്തിലുള്ള ഫേം ആണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ക്ലാസിഫിക്കേഷൻസിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഈ ക്വസ്റ്റനിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു ഫൈനാൻഷ്യൽ എൻ്റർപ്രൈസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ വളരെ മേജറായിട്ട് നടക്കുന്ന ഡിവിഡൻഡ് പെയ്ഡ് പോലെയുള്ള കാര്യങ്ങൾ, അതാണ് അവരുടെ മേജർ സോഴ്സ്. സോ തീർച്ചയായിട്ടും അത് എവിടെ വരണം? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ വരണം എന്നുള്ളതാണ്. സോ അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ വരും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്യണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു മേജർ സോഴ്സ് ഓഫ് റവന്യൂ അവിടെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ മേജർ ആക്ടിവിറ്റി എവിടെയാണെന്നുള്ളത്. ഫൈനാൻഷ്യൽ എൻ്റർപ്രൈസിൻ്റെ മേജർ ആക്ടിവിറ്റി അല്ലേ അപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കാണിക്കേണ്ടത്. സോ ദാറ്റ്സ് ഇറ്റ്. സോ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ എ. സോ നെക്സ്റ്റ് ടൈം കൊമേഴ്സുകാർക്ക് അതുപോലെ തന്നെ മാനേജ്മെൻറ്റുകാർക്കും ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം നമ്മളോട് ഇതുവരെ നിങ്ങൾ 2023 ജൂണിൽ ആദ്യം കണ്ട സെഷൻ ക്വസ്റ്റനിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സോ അതുകൊണ്ട് ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കാം. ഓക്കെ,
സോ നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. സോ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കമ്പനിയുടെ ഡെഫിനിഷൻസ് കാര്യങ്ങളൊക്കെ പലപ്പോഴായി പഠിച്ചിട്ടുള്ളതാണ്. എനിവേ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറഞ്ഞു പോകാം. അക്കോർഡിംഗ് ടു ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013, കമ്പനി മീൻസ് എ കമ്പനി ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദ ആക്ട്. അതായത് ഈ ആക്ട് പ്രകാരം രൂപീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ അതിൽ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യുന്നതിനെയൊക്കെ നമ്മൾ കമ്പനി എന്നായിരിക്കും വിളിക്കുന്നത്. ഈ ടോപ്പിക്കിൽ നിങ്ങൾ പ്രത്യേകം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഏരിയാസ് ആണ് ഷെഡ്യൂൾസ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഷെഡ്യൂൾ. കമ്പനീസ് ആക്ടിൽ ടോട്ടലി നമുക്ക് 7 ഷെഡ്യൂൾസുകളാണ് പഠിക്കാനുള്ളത്. ആ 7 ഷെഡ്യൂൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. സോ ഷെഡ്യൂൾ 1 is about memorandum of association of a company limited by shares. ഷെഡ്യൂൾ 2 is about useful lives to compute depreciation. ഷെഡ്യൂൾ 3ക്ക് 2 പാർട്ട് ഉണ്ട്. പാർട്ട് 1 ബാലൻസ് ഷീറ്റും പാർട്ട് 2 P&L അക്കൗണ്ടും ആണ്. കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. ആൻഡ് ഷെഡ്യൂൾ 4 is about independent directors. ഷെഡ്യൂൾ 5 is about appointment and remuneration of managerial personnel. ഷെഡ്യൂൾ 6 is about infrastructural projects and ഷെഡ്യൂൾ 7 is about CSR policies. ഷെഡ്യൂൾ 7 ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഷെഡ്യൂളിനെ കുറിച്ചൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇനി നിങ്ങൾ ഈ ഒരു കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു എക്സാമിന് പ്രത്യേകം ഫോക്കസ് കൊടുത്തൊരു ഏരിയയാണ് ഷെയർ ഫോർഫീച്ചർ എന്ന് പറയുന്നത്. ഇതൊരു 2014, 15, 16 വരെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ അതിന് ശേഷം ഒരു 18, 19, 20, 21, 22 വരെയൊക്കെയുള്ള ഏരിയാസിൽ നമ്മളുടെ ഇയേഴ്സുകളിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു. ബട്ട് വീണ്ടും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് അത് കുറച്ച് കാര്യമായി ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസുകൾ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഓക്കെ, സോ ഇറ്റ് മേ ഹാപ്പൻ ദാറ്റ് സം ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, വാട്ട് ഇസ് ഷെയർ ഫോർഫീച്ചർ? എന്താണ് ഷെയർ ഫോർഫീച്ചർ? നമുക്കറിയാം കമ്പനി ഫണ്ട്, അതായത് ഈ പറയുന്ന ഒരു ഷെയറിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ആൾക്കാരിൽ നിന്ന് ഒരൊറ്റ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടല്ല വാങ്ങിക്കുന്നത്. പല പല സെക്ഷനുകളായിട്ടാണ്. വൺ പെയ്ഡ് അല്ല, ഒരു സിംഗിൾ പേയ്മെൻ്റ് അല്ല അവിടെ നടക്കുന്നത്. പല പല പോർഷനുകളായിട്ടാണ് വാങ്ങുന്നത്, പല പല ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ ആദ്യം ഒരു ആപ്ലിക്കേഷൻ മണി സ്വീകരിക്കും, അതിനുശേഷം അലോട്ട്മെൻറ്റ് മണി, പിന്നീട് അങ്ങോട്ട് വിളിക്കുന്നതിനെ കമ്പനി പേ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നതിന് നമ്മൾ കോൾ മണി എന്നാണ് പറയുന്നത്. സോ ഒരു ആപ്ലിക്കേഷൻ മണി എന്താണെങ്കിലും നമ്മൾ പേ ചെയ്യണം. സോ അതിനുശേഷമുള്ള അലോട്ട്മെൻറ്റ് മണിയോ അല്ലെങ്കിൽ കോൾ മണിയോ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു വ്യക്തി പേ ചെയ്യാതെ വരുന്ന സാഹചര്യത്തിൽ കമ്പനിക്ക് ആ ഷെയറുകൾ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ ഷെയർ ഫോർഫീച്ചർ എന്ന് പറയുന്നത്. സോ ഇത് ക്യാൻസൽ ചെയ്യുമ്പം ഇതിനു മുമ്പ് എന്തൊക്കെ എൻട്രി ഉണ്ടായിരുന്നോ അതെല്ലാം നേരെ തിരിച്ചു വരും എന്നുള്ളതാണ്. അതായത് ഡെബിറ്റ് ചെയ്തെല്ലാം ക്രെഡിറ്റ് ചെയ്യേണ്ടി വരും, ക്രെഡിറ്റ് ചെയ്തെല്ലാം ഡെബിറ്റ് ചെയ്യേണ്ടി വരും. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 29 to 35, അതായത് ടേബിൾ എയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും സെക്ഷനുകളാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ വെൻ ഷെയർസ് ആർ forfeited, all the entries relating to shares forfeited except those relating to premium already recorded in the accounting record must be reversed. നമ്മൾ നേരെ തിരിച്ചെഴുതും. അപ്പോൾ അതിൽ എന്താണ് സംഭവിക്കേണ്ടതെന്നുള്ളത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. സോ നമ്മുടെ എൻട്രീസിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. നമ്മൾ നോർമലി ഷെയർ ക്യാപിറ്റൽ എന്താ ചെയ്യുന്നത്? ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫോർഫീറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതിനെ ഡെബിറ്റ് ചെയ്യണം. ഏത് എമൗണ്ട് കൊണ്ട്? കോൾഡ് അപ്പ് എമൗണ്ട് ഉണ്ട്. അതായത് കമ്പനി അടയ്ക്കാൻ ആവശ്യപ്പെട്ട തുക എത്രയാണോ അത് വെച്ചിട്ട് വേണം നിങ്ങൾ ഡെബിറ്റ് ചെയ്യാൻ. ഇനി ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? എന്തൊക്കെ അടച്ചിട്ടില്ല, നിങ്ങളിപ്പോൾ അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യണം. കോൾ മണി, ഇപ്പോൾ ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, അങ്ങനെ ഏതെങ്കിലും കോൾ മണി അടിച്ചിട്ടില്ലെങ്കിൽ അത് ഡെബിറ്റ് ചെയ്യണം. ആൻഡ് ഒന്നുകൂടി ഡെബിറ്റ് ചെയ്യണം. ഷെയർ ഫോർഫീച്ചർ എന്ന് പറഞ്ഞൊരു എമൗണ്ട് എഴുതി ക്രെഡിറ്റ് ചെയ്യണം. എന്താണ് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ നിങ്ങൾ കാണിക്കേണ്ടത്? ഈ കമ്പനി, അതായത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ഷെയർ ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ ഈ പറയുന്ന അലോട്ട്മെൻറ്റ് മണി ഒന്നും അടയ്ക്കാത്തതുകൊണ്ട് കമ്പനി ആ ഷെയർ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. അപ്പം ആപ്ലിക്കേഷൻ മണി എന്താണെങ്കിലും നിങ്ങൾ പേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 രൂപ നിങ്ങൾ ആപ്ലിക്കേഷൻ മണി ആകെ അടച്ചിട്ടുള്ളൂ. 10 രൂപയുടെ ഷെയർ ആയിരുന്നു. നിങ്ങൾ പ്രോപ്പറായിട്ട് ബാക്കി എമൗണ്ട് പേ ചെയ്യാത്തതുകൊണ്ട് നിങ്ങളുടെ ഷെയർ ഫോർഫീറ്റ് ചെയ്തു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ നിങ്ങൾ കാണിക്കുന്നത് ഈ 2 രൂപയായിരിക്കും. അതായത് ഈ ക്യാൻസൽ ചെയ്ത ഷെയറിൽ നിങ്ങൾ എത്ര രൂപ പേ ചെയ്തു, ആ ഷെയർ ഹോൾഡർ എത്ര എമൗണ്ട് പേ ചെയ്തു, അതാണ് നമ്മൾ ഷെയർ ഫോർഫീച്ചർ കാണിക്കുന്നത്. അപ്പോൾ ഷെയർ ഫോർഫീച്ചറിൽ നിങ്ങൾ പേ ചെയ്ത തുകയും അല്ലാതെ നിങ്ങൾ പേ ചെയ്യാത്ത തുകയും കൂടെ കാണിക്കും. അപ്പോൾ ടോട്ടൽ ആയിരിക്കില്ലേ കമ്പനി ക്ഷണിക്കപ്പെടുന്നത്, അല്ലെ കമ്പനി അടയ്ക്കാൻ ആവശ്യപ്പെട്ടത്. ദാറ്റ്സ് ഇറ്റ്. സോ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ 2 രീതിയിൽ എൻട്രിയിൽ വ്യത്യാസം തരാം. അത് പാറിലാണോ പ്രീമിയത്തിലാണോ ഇഷ്യൂ ചെയ്തതിന് എന്നുള്ളതിനെ സംബന്ധിച്ച്. സോ അത് ഇഷ്യൂ ചെയ്യുന്ന പാറിലാണ്, അതായത് ഫേസ് വാല്യൂ ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ ജേർണൽ എൻട്രി വരിക. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, കോൾഡ് അപ്പ് എമൗണ്ട്, കമ്പനി എത്ര അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. ടു ഷെയർ ഫോർഫീച്ചർ, നിങ്ങൾക്ക് എത്ര എമൗണ്ട് കിട്ടി, അതായത് ആ വ്യക്തിയിൽ നിന്ന് കമ്പനിക്ക് എത്ര എമൗണ്ട് കിട്ടി. ടു ഷെയർ അലോട്ട്മെന്റ്, അയാൾ ഡീഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ടുകളാണ് നമ്മൾ എഴുതുന്നത്. അലോട്ട്മെന്റ് മണി അടച്ചിട്ടില്ലെങ്കിൽ അലോട്ട്മെന്റ് മണി ക്രെഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കോൾ മണിയാണ് അടയ്ക്കാത്തതെങ്കിൽ ഷെയർ കോൾ എന്ന് പറഞ്ഞ് അത് സെപ്പറേറ്റ്ലി എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം കമ്പനി അടയ്ക്കാൻ ആവശ്യപ്പെട്ട തുക ഷെയർ കോൾ ക്യാപിറ്റലിൽ വരും. ആകെ ആ വ്യക്തിയിൽ നിന്ന് കമ്പനിക്ക് കിട്ടിയത് ഷെയർ ഫോർഫീച്ചർ വരും. അടയ്ക്കാത്ത തുകകൾ നമ്മൾ സെപ്പറേറ്റ്ലി ക്രെഡിറ്റ് ചെയ്യും. എവിടെ? പാറിലാണെങ്കിൽ.
പ്രീമിയത്തിലാണെങ്കിൽ 2 സിറ്റുവേഷൻസ് വരാം. പ്രീമിയം കിട്ടിയ സാഹചര്യവും കാണും, പ്രീമിയം കിട്ടാത്ത സാഹചര്യവും കാണും. പ്രീമിയം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജേണൽ എൻട്രിയിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത ജേണൽ എൻട്രി അതുപോലെ തന്നെ വരും, യാതൊരുവിധ മാറ്റമില്ല. നിങ്ങൾ പ്രീമിയത്തിനെ കുറിച്ച് കൺസേൺഡ് ആവണ്ട. അതേസമയം നിങ്ങൾക്ക് പ്രീമിയം കിട്ടിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? സെക്യൂരിറ്റീസ് പ്രീമിയം ഇസ് ഡെബിറ്റഡ്. സെക്യൂരിറ്റി പ്രീമിയത്തിൻ്റെ എമൗണ്ട് നിങ്ങൾ പ്രത്യേകം ഡെബിറ്റ് ചെയ്യണം. അതായത് ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ജേണൽ എൻട്രിയിൽ ഒന്നുകൂടി എക്സ്ട്രാ വരും, വിച്ച് ഇസ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്. സോ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് എന്ന് പറഞ്ഞ ആ എമൗണ്ട് എഴുതി അതുകൂടി നിങ്ങൾ ഡെബിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ബാക്കി നമുക്ക് നേരത്തെ എങ്ങനെയായിരുന്നു ജേണൽ എൻട്രി അതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം, ഷെയർ ക്യാപിറ്റൽ കമ്പനി അടയ്ക്കാൻ ആവശ്യപ്പെട്ട തുകയും ഷെയർ ഫോർഫീച്ചറിൽ ആ വ്യക്തി ആ ഷെയറിൽ ആകെ അടച്ച തുകയും വേണം കാണിക്കാൻ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അതായത് 10 രൂപയുടെ ഷെയർ, ഇപ്പോൾ 10 രൂപയാണ് കമ്പനി അടയ്ക്കാൻ ആവശ്യപ്പെട്ടെങ്കിൽ ആ 10 നമുക്ക് ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഷെയർ ഫോർ ഫീച്ചറിൽ അയാൾ എത്ര രൂപ അടച്ചു എന്നുള്ളത് മനസ്സിലായോ? അയാൾ ഇപ്പോൾ 2 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ 2 നമ്മളിവിടെ എഴുതും. ദാറ്റ്സ് ഇറ്റ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. എനിവേ ജൂൺ 2023 കൊമേഴ്സുകാരോട് ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു ഇത്. നമുക്ക് ലിസ്റ്റ് 1 ഷെഡ്യൂൾ ചോദിച്ചു, ലിസ്റ്റ് 2 അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഷെഡ്യൂൾ 1, 2, 3, 4 ഓക്കെ, ആദ്യത്തെ 4 ഷെഡ്യൂളുകളാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ഓപ്ഷൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്, A2, B1, C4, D3, നമുക്ക് അങ്ങനെ ഓപ്ഷൻസും തന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, സോ ഷെഡ്യൂൾ 1 എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? വിച്ച് ഇസ് അബൌട്ട് ഡയറക്ടേഴ്സ്. സോ നമുക്ക് എ ഏതുമായിട്ട് ഷെഡ്യൂൾ 1 ഇസ് അബൌട്ട്, ഓക്കെ, ഷെഡ്യൂൾ 1 ഇസ് അബൌട്ട് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ അല്ലേ. സോ എ നമുക്ക് 3 ആയിട്ട് മാച്ച് ചെയ്യാം. സോ A3 ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കണം. A3 ഉള്ള 2 ഓപ്ഷൻസേ ഉള്ളൂ. സോ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഈ 2 ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനി B1 ആണോ 4 ആണോ നോക്കിയാൽ മതി. B1 ആണെങ്കിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ, B4 ആണെങ്കിൽ ഓപ്ഷൻ സി ആണ് ആൻസർ. ബി ഏതാണ്? ഷെഡ്യൂൾ 2 ഇസ് അബൌട്ട് കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ. സോ B1 ആണ്. സോ A3 B1 ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ നമ്മൾ 2 ഐറ്റംസേ മാച്ച് ചെയ്തുള്ളൂ. നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ബാക്കിയോടി നമുക്ക് നോക്കാം. ഷെഡ്യൂൾ 3 ഈസ് അബൌട്ട് ബാലൻസ് ഷീറ്റ് അല്ലേ. നമ്മളതിൽ 2 പാർട്ട് പറഞ്ഞു, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. പാർട്ട് 1 ഈസ് അബൌട്ട് ബാലൻസ് ഷീറ്റ് ആൻഡ് പാർട്ട് 2 ഈസ് അബൌട്ട് P&L. സോ ഷെഡ്യൂൾ 3 നമുക്ക് 4 ആയിട്ട് മാച്ച് ചെയ്യാം. ആൻഡ് 4 ഈസ് അബൌട്ട് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്, റൈറ്റ്? സോ ഓപ്ഷൻ ഏത് വരും? A3 B1 C4 D2. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. നോക്കി, ജൂൺ 2023 വീണ്ടും കൊമേഴ്സുകാരോട് ഇതേ ടോപ്പിക്കിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചു. 2 ഷിഫ്റ്റുകളിലായിട്ടാണ്. സോ ഇവിടെ നമ്മൾക്ക് 3, 4, 5 ആൻഡ് 7 ഇത്രയും ഷെഡ്യൂൾസിൽ നിന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സോ ഷെഡ്യൂൾ 3 നമുക്ക് ഓൾറെഡി അറിയാൻ, വിച്ച് ഇസ് റിലേറ്റഡ് ടു ബാലൻസ് ഷീറ്റ് ആൻഡ് P&L അക്കൗണ്ട്. സോ A3 വീണ്ടും A3 എന്നുള്ള എത്ര ഓപ്ഷൻ ഉണ്ട്? A3 എന്നുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. സി, നിങ്ങൾക്ക് ഒരൊറ്റ ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് മാച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആൻഡ് ബി ഷെഡ്യൂൾ 4 ഇസ് അബൌട്ട് കോഡ്ഫോർഡ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്. ഷെഡ്യൂൾ 5 സോ A3 B1, right, A3 B1. Then next is 5 is about appointment and remuneration of managerial personnel. Schedule 7 is about CSR, corporate social responsibilities. Okay, so option B ആണ് correct answer. So next time മാനേജ്മെൻറ്റുകാർക്ക് ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിലും സ്പെസിഫൈ ചെയ്ത് നിങ്ങൾക്ക് ഷെഡ്യൂളുകൾ ചോദിക്കാനുള്ള, കൊമേഴ്സുകാർക്ക് ചോദിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ആൻഡ് ദിസ് ടൈം നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഒരു പ്രോബ്ലം ഏരിയാസ് ഉണ്ട് ഈ ഷെയർ ഫോർ ഫീച്ചറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നോക്കാം. ലക്ഷ്മി ഇൻഡസ്ട്രീസ് ഇഷ്യൂഡ് ഷെയർസ് ഓഫ് ₹1000 അറ്റ് എ പ്രീമിയം ഓഫ് ₹10 per shares, payable ₹20 on application, ₹35 on allotment including premium, and the balance on the first and final call. Mr. X, who held 200 shares, has paid only the application money and these shares were subsequently forfeited by the company. In this regard, by which amount share forfeiture account will be credited? So question എന്താണെന്ന് നോക്കിക്കേ. ഇവിടെ ലക്ഷ്മി ഇൻഡസ്ട്രീസിൻ്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. സോ അവർ 1000 രൂപയുടെ ഷെയറുകളാണ് അവർ ഇഷ്യൂ ചെയ്യുന്നത്. ഒരു ഷെയറിന് 10 രൂപ വെച്ചിട്ടാണ് വരുന്നത്. 10 രൂപ പ്രീമിയം വെച്ചിട്ടാണ് വരുന്നത്. ആൻഡ് 20 രൂപ, അതായത് ഈ 1000 രൂപ മൂല്യമുള്ള ഷെയറിൻ്റെ 20 രൂപ ആപ്ലിക്കേഷൻ മണി ആയിട്ട് അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. 35 രൂപയിൽ പ്രീമിയം കൂടി ഇൻക്ലൂഡഡ് ആണ്. അത് അലോട്ട്മെൻറ്റിന് നിങ്ങൾ പേ ചെയ്യണം. ബാക്കിയുള്ള തുകകൾ നിങ്ങൾ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ആയിട്ടായിരിക്കും വിളിച്ചു തീർക്കുക. ഇനി ഇവിടുത്തെ ഒരു ഷെയർ ഹോൾഡറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. എക്സ് എന്ന് പറയുന്ന വ്യക്തി, അയാൾക്ക് 200 ഷെയറുകളുണ്ട്. അയാൾ ആകെ എന്ത് മാത്രമേ പേ ചെയ്തിട്ടുള്ളൂ? ആപ്ലിക്കേഷൻ മണി മാത്രമേ പേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു? അയാളുടെ ഷെയർ ക്യാൻസൽ ചെയ്തു. ക്വസ്റ്റ്യൻ എന്താണ്? അങ്ങനെയാണെങ്കിൽ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ നിങ്ങൾ കാണിക്കുന്ന എമൗണ്ട്, ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ്? സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഷെയർ ഫോർഫീച്ചറിൽ നമ്മൾ കാണിക്കുന്ന തുക എത്രയായിരിക്കണം? ആ വ്യക്തി ആകെ അടച്ച തുക, ശരിയല്ലേ?
ആ വ്യക്തി ആകെ അടച്ച തുക. അപ്പം നോക്കിക്കേ, ഇയാൾ ആകെ എത്ര രൂപ അടച്ചാണ്? ആപ്ലിക്കേഷൻ മണി മാത്രമേ അടച്ചിട്ടുള്ളൂ. ആപ്ലിക്കേഷൻ മണി എത്രയാ? 20 രൂപ വെച്ച് അയാൾ എത്ര ഷെയറിന് അടച്ചു? 200 ഷെയറിന് അടച്ചു. 20 രൂപ വെച്ച് 200 ഷെയറിന്. സോ 200 × 20 എത്ര വരും? 4000. റൈറ്റ്? ഷെയറിന്റെ എണ്ണം, ഷെയറിന് അയാൾ പേ ചെയ്ത തുക 4000 എന്ന് നമുക്ക് കിട്ടും. കറക്റ്റ്? അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. അപ്പം ഇത്തവണ നമ്മളോട് ഷെയർ ഫോർഫീച്ചർ ചോദിച്ചു. ഇനി വരുന്ന എക്സാമിന് നിങ്ങളോട് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ആണ് ഡെബിറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. അപ്പം നിങ്ങൾ നോക്കേണ്ടത് എന്താണ്? എത്ര എമൗണ്ട് ആണ് കമ്പനി അടയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, കോൾഡ് അപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എമൗണ്ട് അപ്പം കൃത്യമായിട്ട് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കോൾഡ് അപ്പ് എമൗണ്ട് വെച്ച് ഇതുപോലെ തന്നെ എന്ത് ചെയ്താൽ മതി? ആ നമ്പർ ഓഫ് ഷെയറിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് ടൈം ആ തരത്തിലൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്കിതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എല്ലാ എക്സാമിനും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ പ്രത്യേകം തന്നെ അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നതാണ്. സോ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പം നമുക്കറിയാം, ബേസിക് അല്ലേ റൂൾസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ആണ്. എങ്ങനെ നിങ്ങളൊരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചില കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നില്ല, അതിനെല്ലാം ഉള്ളൊരു പ്രോപ്പർ ഗൈഡ് ലൈൻ കൊടുക്കുന്നതാണ് കോൺസെപ്റ്റ്സും കൺവെൻഷൻസും ഒക്കെ. അപ്പോൾ നമ്മൾ പൊതുവെ പഠിക്കുന്ന കോൺസെപ്റ്റുകൾ ഇതാണ്: ബിസിനസ് എൻറ്റിറ്റി, മണി മെഷർമെൻറ്റ്, ഗോയിങ് കൺസേൺ, അക്കൗണ്ടിങ് പീരീഡ്, കോസ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് ഓർ ഡ്യുവാലിറ്റി കോൺസെപ്റ്റ്, റവന്യൂ റെക്കഗ്നിഷൻ ഓർ റിയലൈസേഷൻ കോൺസെപ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ്. ആൻഡ് കൺവെൻഷൻസിലേക്ക് വരുമ്പോൾ 4 എണ്ണമാണ് പഠിക്കുന്നത്: ഫുൾ ഡിസ്ക്ലോഷർ, കൺസിസ്റ്റൻസി, കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ് ആൻഡ് മെറ്റീരിയാലിറ്റി. ഓക്കെ, സോ കൺസെപ്റ്റുകളിലേക്കൊക്കെ വരുമ്പോൾ നമുക്കറിയാം അല്ലേ, ബേസിക് അസംഷനാണ് എങ്ങനെ, എന്തുകൊണ്ട്, എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ പറയുന്നത്. എന്നുവെച്ചാൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഈ പറയുന്ന കോൺസെപ്റ്റുകൾ മാത്രം നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടുന്നതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയ ഏരിയ ആണ് ഇതൊക്കെ. മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിൽ പറയുന്നത് എന്താണ്? ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണോ നിങ്ങൾക്ക് മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാനായിട്ട് സാധിക്കുക, അങ്ങനെയുള്ളവയായിരിക്കും നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ നമ്മളത് എപ്പോഴും എക്സാമ്പിൾ പറയുന്നതാണ്. നിങ്ങളുടെ ഒരു എംപ്ലോയി വളരെ ക്യാപ്പബിൾ ആണ്, വളരെ ടാലൻറ്റഡ് ആണ്. സോ നമുക്ക് അയാളുടെ ടാലൻറ്റിനെയോ സ്കില്ലിനെയോ ഒന്നും നമുക്ക് മെഷർ ചെയ്തൊരു ഇത്ര എമൗണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അതുകൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു ആസ്പെക്റ്റ് ആണ്, നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ എപ്പോഴും മൂല്യമാണ് റെക്കോർഡ് ചെയ്യുന്നത്, അല്ലാണ്ട് എണ്ണമല്ല. ഇപ്പം 5 ചെയേഴ്സ് ഉണ്ടെന്നുള്ളതല്ല, ഈ 5 ചെയേഴ്സിൻ്റെ മൂല്യം വേണം നമ്മൾ കാണിക്കാൻ. ഓക്കെ, അതും മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നതാണ്. ആ ഒരു പോയിന്റ് കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എണ്ണമല്ല, അതിൻ്റെ മൂല്യമാണ് നമ്മൾ കാണിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ എന്താണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പറയുന്നത്? നമ്മളൊരു ബിസിനസ്സിൻ്റെ ഇൻഡെഫിനിറ്റ് ലൈഫ് പീരീഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. ഒരു ബിസിനസ് അത് എന്ത് കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്, അതിനൊരു ഫ്യൂച്ചർ ലൈഫ് ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണത് മുന്നോട്ട് പോകുന്നത് അല്ലേ. നമ്മളും അങ്ങനെയാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ കാര്യങ്ങൾ, ഇപ്പം നിങ്ങൾ നാളെ എന്താ ചെയ്യേണ്ടത്, ഒരു മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ്, മേ ബി 10 വർഷം കഴിഞ്ഞുള്ള പ്ലാൻ വരെ നിങ്ങൾക്ക് കാണും. സോ നമ്മളപ്പോൾ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ഇത്രയും നാളും ഹെൽത്തി ആൻഡ് ഓക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോകുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിലല്ലേ. സോ അത് തന്നെ നമ്മൾ എവിടെയും അപ്ലൈ ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന അക്കൗണ്ട്സിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് ഡിപ്രീസിയേഷനിൽ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരു അസറ്റിൻ്റെ ലൈഫ് പീരീഡിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ലൈഫ് പീരീഡ് 5 വർഷമാണെങ്കിൽ ഈ 5 വർഷവും ഇത് വളരെ സക്സസ്ഫുള്ളി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ബേസിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പ്രീപേയ്മെൻ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകളും ഒക്കെ തന്നെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്നതുകൊണ്ട് ഇവിടെ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് നമ്മൾ മുൻകൂട്ടി പേ ചെയ്യുന്ന എക്സ്പെൻസസുകളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു റെൻറ്റഡ് ബിൽഡിങ്ങിലാണ് നമ്മുടെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് വിചാരിക്കാം. സോ അടുത്ത ഒരു വർഷത്തെ റെൻറ്റ് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തു, ദാറ്റ് ഈസ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. നിങ്ങൾ നേരത്തെ പേ ചെയ്യുകയാണ് അല്ലേ. സോ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പ്രീപേ ചെയ്യുന്നത്? നമ്മൾ ഏതായാലും ഈ ഒരു വർഷം ഉറപ്പായിട്ടും ഇവിടെ കാണും എന്നുള്ളൊരു ഉറപ്പ് കൊണ്ടാണ്. സോ അതെല്ലാം നമ്മൾ മുൻകൂട്ടി ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന കാര്യങ്ങളാണ്. സോ അതൊക്കെയും ഗോയിങ് കൺസേൺ കൺസെപ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് കോൺസെപ്റ്റ് ആണ്, അഥവാ ഹിസ്റ്ററിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയും. സോ കോസ്റ്റ് കോൺസെപ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അസറ്റിൻ്റെ വാല്യുവേഷനെ കുറിച്ചിട്ടാണ്. സോ കോസ്റ്റ് കോൺസെപ്റ്റ് കേൾക്കുമ്പോഴേ നിങ്ങൾ ഓർക്കേണ്ടത് ഇത് അസറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന കോൺസെപ്റ്റ് ആണെന്നുള്ളതാണ്.
ഇതിൽ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പർച്ചേസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് കാണിക്കുക എന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു അസറ്റ് വാങ്ങിക്കുമ്പോൾ ഇപ്പം നമ്മളൊരു മെഷീനറി വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. സോ ഈ മെഷീനറി നിങ്ങൾ വാങ്ങിച്ചു, അതിനൊരു പേയ്മെൻറ്റ് കൊടുത്തു. ഇപ്പോൾ 5 ലക്ഷം രൂപയുടെ മെഷീനറി ആയിരുന്നു. സോ 5 ലക്ഷം രൂപ നിങ്ങൾ അതിനപ്പോൾ കൊടുത്തു. പിന്നെ ഇത് ട്രാൻസ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഫാക്ടറിയിൽ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നിടം വരെ, അതായത് ഓക്കെ നമുക്കിനി ഇത് യൂസ് ചെയ്യാം എന്നുള്ള പൊസിഷൻ വരെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടാകുന്നോ അത് പൂർണ്ണമായിട്ടും നമ്മൾ ആ മെഷീനറിയിൽ തന്നെയാണ് കാണിക്കുന്നത്. അതായത് 5 ലക്ഷം രൂപ അത് പർച്ചേസ് ചെയ്തായി, പിന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒരു 5,000 ആയി, പിന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വേജസും കാര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ടി വന്നിട്ട് വീണ്ടും ഒരു 5,000 ആയി. സോ അങ്ങനെയാണെങ്കിൽ 5,10,000 ആണ് മെഷീനറിയുടെ കോസ്റ്റായിട്ട് നിങ്ങൾ കാണിക്കേണ്ടത്. സോ അതാണ് നമ്മളോട് കോസ്റ്റ് കോൺസെപ്റ്റിൽ പറയുന്നത്. അതിനെ ഹിസ്റ്ററിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് വിളിക്കുന്നു എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് വൺ, റവന്യൂ റെക്കഗ്നിഷൻ ഓർ റിയലൈസേഷൻ കോൺസെപ്റ്റ്. സോ ഇവിടെ എന്താണ് പറയുന്നത്? ഇറ്റ്സ് അബൌട്ട് റിയലൈസിങ്. അതായത് ഒരു ഒരു ഇൻകം അത് റിയലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. എപ്പോഴത് റിയലൈസ് ചെയ്യുന്നോ അപ്പോൾ അത് റെക്കോർഡ് ചെയ്യണം. അതല്ലാതെ അതിന് എപ്പോൾ നിങ്ങൾക്ക് മോണിറ്ററി ആയിട്ടുള്ള പേയ്മെൻറ്റ് കയ്യിൽ വരുന്നു എന്ന് നോക്കിയിട്ടല്ല. എക്സാമ്പിൾ നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് നോക്കുകയാണെങ്കിൽ, ക്രെഡിറ്റ് സെയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ന് നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടോ? ഇല്ല, അതൊരു ഫ്യൂച്ചർ ഡേറ്റിലാണ് കിട്ടുന്നത്. ഇപ്പം ഇന്നത്തെ ദിവസം ഒരു സെയിൽ നടന്നു, അതിൻ്റെ പേയ്മെൻറ്റ് ആഫ്റ്റർ 5 days ആണ് തരുന്നതെന്ന് വിചാരിക്കുക. സോ നമ്മളത് ഇന്ന് തന്നെ റെക്കോർഡ് ചെയ്യണം. ആഫ്റ്റർ 5 days അല്ല, ഇന്ന് തന്നെ അത് റെക്കോർഡ് ചെയ്യണം. ഇന്നത് ക്രെഡിറ്റ് സെയിലായിട്ട് റെക്കോർഡ് ചെയ്യുമെന്നുള്ളതാണ്. ബട്ട് അത് ഇന്ന് തന്നെ റെക്കോർഡ് ചെയ്യണം. കാരണം നമുക്ക് ലീഗലി നമുക്കിത് കിട്ടാനുള്ള അവകാശമുണ്ട് അല്ലേ? നമുക്കത് കിട്ടാനുള്ള, കാരണം അയാൾക്ക് നമ്മളത് പ്രൊഡക്റ്റ് എന്താണോ അത് നമുക്ക് സെല്ല് ചെയ്തപ്പം ആ പേയ്മെൻറ്റ് കിട്ടാനുള്ള പൂർണ്ണമായ നിയമപരമായ അവകാശം നമുക്കുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളതിനെ റിയലൈസ് ചെയ്തു എന്ന് പറയും. സോ എപ്പോൾ നിങ്ങളതിനെ റിയലൈസ് ചെയ്യുന്നു അപ്പോൾ തന്നെ ഇതിനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റിൽ പറയുന്നത്. കണ്ടോ, റവന്യൂ ഈസ് അസ്യൂം ടു ബി റിയലൈസ്ഡ് വെൻ എ ലീഗൽ റൈറ്റ് ടു റിസീവ്. അതായത് കിട്ടാൻ നമുക്ക് നിയമപരമായ അവകാശം ഉണ്ട് എങ്കിൽ നമുക്കതിനെ റിയലൈസ്ഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. സോ മൂവിങ് ടു നെക്സ്റ്റ് കോൺസെപ്റ്റ്, കൺസിസ്റ്റൻസി. എന്താ കൺസിസ്റ്റൻസി? ആ പേരിൽ പറയുന്ന പോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് അക്കൗണ്ടിങ്ങിൽ പല മെത്തേഡ്സുകൾ, പല ടെക്നിക്സുകൾ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മൾ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ അത് തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതാണ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളൊന്ന് യൂസ് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു മെത്തേഡ് യൂസ് ചെയ്തു, അങ്ങനെ യൂസ് ചെയ്ത് അതിൽ കോംപ്ലിക്കേഷൻസ് വരും. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഇതിനൊക്കെ ഒരു പർപ്പസ് ഉണ്ട്. നമുക്ക് ഇൻട്രാ ഫേം അല്ലെങ്കിൽ ഇൻ്റർ ഫേം കമ്പാരിസൺസ് ചെയ്യണം. അപ്പം നമ്മൾ ഒരേ മെത്തേഡ് യൂസ് ചെയ്താലാണ് നമുക്ക് തന്നെ നമ്മുടെ ഫേമിൻ്റെ പെർഫോമൻസിനെ പ്രോപ്പറായിട്ട് മെഷർ ചെയ്യാനും ഒരു ബെറ്റർ ആയിട്ടുള്ള ഐഡിയയും കാര്യങ്ങളും ഒക്കെ കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഒരേ മെത്തേഡ്, ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്താൽ അതിനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് കൺസിസ്റ്റൻസി മെത്തേഡിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് ഡിപ്രീസിയേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. ഡിപ്രീസിയേഷനിൽ ഡിമിനിഷിങ് മെത്തേഡും ഉണ്ട്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും ഉണ്ട്. സോ ഇതിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്താൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് അബൌട്ട് കൺസർവേറ്റിസം അഥവാ പ്രൂഡൻസ് കോൺസെപ്റ്റ് എന്ന് പറയും. എന്താണ് ഈ കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ് കോൺസെപ്റ്റ്? ഇത് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ് കൺസർവേറ്റിസം അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൂഡൻസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എപ്പോഴും ഞാൻ ഒരു ടേം ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ മറ്റൊരു പേര് കൂടി പറഞ്ഞു വന്നു, അതിൻ്റെ കൂടെ നമ്മളങ്ങ് പഠിക്കുന്നതാണ് നല്ലത്. കാരണം ക്വസ്റ്റ്യൻ എപ്പോഴും കൺസർവേറ്റിസം എന്ന് ചോദിക്കണം എന്നില്ല, പ്രൂഡൻസ് എന്ന് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് 2 ടേം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. പ്രീവിയസ് ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഒരു 2018 വരെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ഏരിയയാണ്. എന്താണ് ഈ കോൺസെപ്റ്റ് പറയുന്നത്? പ്രോഫിറ്റ് ഷുഡ് നോട്ട് ബി റെക്കോർഡഡ് അൺടിൽ റിയലൈസ്ഡ്, ബട്ട് ഓൾ ലോസസ് ഈവൻ ദോസ് വിച്ച് മേ ഹാവ് എ റിമോട്ട് പോസിബിലിറ്റി ആർ ടു ബി പ്രൊവൈഡഡ് ഫോർ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. സോ എന്താണ് പറയുന്നത്? നമുക്ക് പ്രോഫിറ്റ് റിയലൈസ് ചെയ്യുന്നിടം വരെ, അതായത് നിങ്ങൾക്ക് തോന്നുന്നു 100% നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പോലും അത് റിയലൈസ് ചെയ്യാതെ നമ്മളത് റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ അത് മാർക്ക് ചെയ്യാനോ ഒന്നും പോകരുത്. നേരെ മറിച്ച് ഒരു നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത അത് വളരെ ചെറിയ സാധ്യതയാണ്. നിങ്ങൾ 0.1% കാണുന്നുണ്ടെങ്കിൽ പോലും അതിന് വേണ്ടുന്ന റെമഡി എന്തോ അത് നിങ്ങൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ടി നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യേണ്ടത് അത് ചെയ്യണം എന്നുള്ളതാണ് കൺസർവേറ്റിസത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് അത് സേഫ്റ്റി റിലേറ്റഡ് ആണെന്ന് പറയുന്നത് എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ എക്സാമ്പിൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളിലാണ് പറയുന്നത്. കാരണം പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഫ്യൂച്ചറിൽ ഇപ്പം പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് അല്ലെങ്കിൽ ബാഡ് ഡെറ്റ്, അതായത് നമുക്ക് ഭാവിയിൽ ഈ ഒരു വ്യക്തിയിൽ നിന്ന് എമൗണ്ട് കിട്ടാതെ പോവുകയോ, അതായത് ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കിട്ടാക്കണം അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ആണ്, അല്ലെങ്കിൽ തരുമോ എന്നുള്ളൊരു ഡൗട്ടാണ്. സോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമുക്ക് അപ്പോൾ പ്രതീക്ഷിച്ചിട്ട് നമുക്ക് കിട്ടാണ്ട് വന്നാൽ നമുക്ക് പെട്ടെന്നൊരു
ലിക്വിഡിറ്റി ഇഷ്യൂവും ക്രൈസിസും ഒക്കെ വരും. അപ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ഒരു പ്രൊവിഷൻ നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. ഇങ്ങനൊരു സാഹചര്യം വന്നാൽ അതിനെ നമുക്കൊന്ന് മീറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ദെൻ വാല്യൂ ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഈസ് ലോവർ. നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കാറുണ്ട് അല്ലേ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ എപ്പോഴും ഏത് രീതിയിൽ ഇതിനെ വാല്യൂ ചെയ്ത് കാണിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ മാർക്കറ്റ് പ്രൈസും നോക്കണം, അതിൻ്റെ കോസ്റ്റ് പ്രൈസും നോക്കണം. എന്നിട്ട് ഇതിൽ ഏത് പ്രൈസ് ആണോ ലോവർ അത് വേണം മാർക്ക് ചെയ്യാൻ. കാരണം ഇതിൻ്റെ പ്രൈസിൽ ഫ്ലക്ച്വേഷൻസ് വരും അല്ലേ. ഇപ്പം നമ്മൾ ഏറ്റവും ഹൈ പ്രൈസ് ചാർജ് ചെയ്ത് വെച്ചു, പക്ഷേ അത് വിറ്റ് വന്നപ്പോൾ പ്രൈസ് വല്ലാണ്ട് കുറഞ്ഞു പോയൊരു സാഹചര്യമാണെങ്കിൽ മാർക്കറ്റിൽ എത്രത്തോളം ഫ്ലക്ച്വേഷൻ ഉണ്ട്, അപ്പം നമുക്ക് നഷ്ടമായിപ്പോൾ. നമ്മൾ നേരത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് കൂട്ടി കാണിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കൊടുക്കേണ്ടി വന്നു. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ സെല്ല് ചെയ്ത് വന്നപ്പോൾ നമുക്ക് അതിൽ നിന്ന് അത്രത്തോളം ലാഭം വരാത്തൊരു സാഹചര്യം. അതുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ലോവസ്റ്റ് പ്രൈസിൽ വേണം ഇതിനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? കൺസർവേറ്റിസം കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നതാണ്. സോ നെക്സ്റ്റ് കോൺസെപ്റ്റ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് ആണ്. സോ എന്താണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത്? ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന ഇവൻറ്റ് മെറ്റീരിയൽ ആണോ അല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മെറ്റീരിയൽ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും ഓർഗനൈസേഷൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണം. മെറ്റീരിയൽ അല്ലെങ്കിൽ ദാറ്റ് മീൻസ് ഇമ്മെറ്റീരിയൽ ആണെങ്കിൽ അത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത്. സോ എങ്ങനെ നമുക്കൊരു ട്രാൻസാക്ഷൻ മെറ്റീരിയൽ ആണോ ഇമ്മെറ്റീരിയൽ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം? ബേസിക്കലി നമ്മൾ രണ്ട് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിലാണ് ഇതിനെ ഇങ്ങനെ മനസ്സിലാക്കുന്നത്. ഒന്ന്, ആ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിന് ബിസിനസ്സിലുള്ള ഇൻഫ്ലുവൻസ് എത്രത്തോളമാണെന്ന് നമ്മൾ നോക്കുക. അതായത് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്നതാണോ, വളരെ പ്രധാനപ്പെട്ട ഡിസിഷനാണോ എന്നുള്ളതും. രണ്ട്, അതിൽ എത്രത്തോളം എമൗണ്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ബേസിസിലുമാണ് നമ്മളൊരു ട്രാൻസാക്ഷൻ മെറ്റീരിയൽ ആണോ ഇമ്മെറ്റീരിയൽ ആണോ എന്ന് തീരുമാനിക്കുന്നത്. സോ ദ മെറ്റീരിയാലിറ്റി ഓഫ് ഫാക്ട്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ആൻഡ് എമൗണ്ട് ഇൻവോൾവ്. അപ്പം ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അത്രത്തോളം പ്രാധാന്യം കൊടുക്കേണ്ട. അതായത് ചെറിയ തരത്തിലുള്ള എക്സ്പെൻസ്, ഇപ്പോൾ വലിയൊരു ഫേമിൽ പെൻസിൽ വാങ്ങിച്ചപ്പോൾ ആയ ചെറിയൊരു എമൗണ്ട്, അല്ലെങ്കിൽ സ്കെയിൽ വാങ്ങിച്ചപ്പോൾ പെൻ വാങ്ങിച്ചപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ എമൗണ്ടുകളുണ്ടല്ലോ, അതിൽ നമ്മൾ വലിയ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കംപ്ലയൻസ് കൊടുക്കുകയോ അല്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യേണ്ടതോ ആവശ്യമില്ല. കാരണം അതൊരു ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല. അതുപോലെ തന്നെ അതിന് ഈ പറയുന്ന പോലെ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി അവരുടെ ഡിസിഷനെ എഫക്റ്റ് ചെയ്യുന്നതോ ഒന്നും തന്നെയല്ല അല്ലേ, അതൊരു ഹ്യൂജ് എമൗണ്ടും അല്ല. അതുകൊണ്ട് നമ്മളത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് മെറ്റീരിയൽ ആയിട്ടുള്ള ഫാക്റ്റ്, ഇപ്പോൾ ഒരു തിയേറ്ററിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഓൾറെഡി ഒരു 100 സീറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അവരൊരു 25 സീറ്റ്സും കൂടെ ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. സോ ഈ സാഹചര്യത്തിൽ അവർക്കൊരു ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ആൻഡ് അതിൽ നിന്നൊരു റിട്ടേൺ അവർക്ക് ഫ്യൂച്ചറിൽ ലഭിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെസിഷനാണ് അല്ലേ. നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് ഇവിടെ അല്ലേ, ഒരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കണക്കാക്കാം, അതിനെ മെറ്റീരിയൽ ആയിട്ട് കണക്കാക്കാം. ആൻഡ് ഇത് തീർച്ചയായിട്ടും നമുക്ക് എവിടെ റെക്കോർഡ് ചെയ്യണം? ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സും കൺവെൻഷൻസും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ മിക്ക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഇതിനെല്ലാം ക്വസ്റ്റ്യൻ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രീവിയസ് ഇയർ വെച്ച ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ജൂൺ 2023 ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ് നമ്മൾ കാണുന്നത്. സോ ലിസ്റ്റ് 1 അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ തന്നിട്ടുണ്ട്. ലിസ്റ്റ് 2 അതിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ആപ്ലിക്കബിലിറ്റി ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ലിസ്റ്റ് 2 നിന്ന് വായിച്ചു തുടങ്ങാം. ദ സെയിം അക്കൗണ്ടിങ് മെത്തേഡ് യൂസ്ഡ് ബൈ എ ഫേം ഫ്രം വൺ പീരീഡ് ടു അനദർ. ഒരേ മെത്തേഡ് വേണം നമ്മൾ ഓരോ പീരീഡിലും യൂസ് ചെയ്യാൻ എന്ന് പറയുന്നത് എവിടെയാണ്? കൺസിസ്റ്റൻസി. സോ B1 എന്ന് നമുക്ക് മാച്ച് ചെയ്യാം. B1 ഉള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. സി, നമുക്ക് ആൻസർ ആക്ച്വലി കിട്ടിക്കഴിഞ്ഞു. സോ അതാണ് നമുക്ക് ചിലത് ഒരു ഒന്നോ രണ്ടോ എങ്കിലും അറ്റ്ലീസ്റ്റ് ഐറ്റംസ് മാച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 2-3 സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾ പറഞ്ഞെത്തുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്ത് വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും. നമ്മളെല്ലാം കൂടെ വായിച്ച് എല്ലാം കൂടെ മാച്ച് ചെയ്തിട്ട് പോകുമ്പോഴാണ് നമ്മൾ മാച്ച് ചെയ്തത് ചിലപ്പോൾ കാണത്തില്ല, നമ്മൾ കൺഫ്യൂസ്ഡ് ആകും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ ആദ്യം സോർട്ട് ചെയ്യുക, അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതിലേക്ക് മൂവ് ചെയ്യാം. സോ എനിവേ നമ്മൾ 1 ഏതുമായിട്ട് മാച്ച് ചെയ്യും? കൺസിസ്റ്റൻസി ആയിട്ട് മാച്ച് ചെയ്യും. ദെൻ റിലേറ്റ് ടു റിലേറ്റീവ് സൈസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ആൻ ഐറ്റം ഓഫ് ഇവൻറ്റ്. സൈസും ഒക്കെ നമ്മൾ നോക്കുന്നത് എവിടെയാണ്? ഇറ്റ്സ് അബൌട്ട് മെറ്റീരിയാലിറ്റി അല്ലെ, എത്രത്തോളം എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ D2 ആൻഡ് ഇൻഅപ്രോപ്രിയേറ്റ് അസംഷൻ ഫോർ ഫേം അണ്ടർഗോയിങ് ബാങ്ക്രപ്റ്റൻസി. അതായത് ഒരു കടക്കണിയിലേക്ക് പോകും എന്നുള്ളത് ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അസംഷനാണ്. അതായത് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച്, അതായത് അൾട്ടിമേറ്റ്ലി അതവിടെ ലിക്വിഡേറ്റ് ചെയ്ത് പോകുന്നു അല്ലെങ്കിൽ ഇല്ലാതെയായി പോകുന്നു എന്നുള്ളതാണ്. അതൊരു അനാവശ്യമായ അസംഷൻ എന്ന് പറയുമ്പോൾ അത് ഏതുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും പറയുന്നത്? ഗോയിങ് കൺസേൺ. കാരണം ഗോയിങ് കൺസേൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? അതിങ്ങനെ മുമ്പോട്ട് പൊക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്, ഒരു ഇൻഡെഫിനിറ്റ് ലൈഫ് എന്നുള്ളതാണ്. സോ നമുക്ക് 3 ആയിട്ട് മാച്ച് ചെയ്യാം.
ഫൈനലി ദ നോർമൽ ബേസ് ഈസ് യൂസ് ടു അക്കൗണ്ട് ഫോർ അസെറ്റ്സ്. അസെറ്റ് നോർമലി നമ്മൾ വാല്യൂ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് മീൻസ് കോൺസെപ്റ്റ് ഏതാണ്? കോസ്റ്റ് കോൺസെപ്റ്റ് അഥവാ ഹിസ്റ്ററിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ്. സോ നമുക്ക് ഏത് മാച്ച് ചെയ്യാം? A3, B1, C4, D2. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. ജൂൺ 2023 മാനേജ്മെന്റ് സ്റ്റുഡൻസിനോട് ചോദിച്ച ക്വസ്റ്റൻ ആണിത്. വിച്ച് കോൺസെപ്റ്റ്, അപ്പോൾ നോക്കിയാൽ നമ്മളോട് കൊമേഴ്സുകാരോട് ചോദിച്ചാൽ ഒരു മാച്ച് ദ ഫോളോയിങ് ചോദിച്ചു. അതേ കോൺസെപ്റ്റ് ക്വസ്റ്റൻ ഇവിടെ മാനേജ്മെന്റുകാരോടും ചോദിച്ചിട്ടുണ്ട്, ബട്ട് ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു. വിച്ച് കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് പ്രോഫിറ്റ് ആർ നോർമലി റെക്കഗ്നൈസ്ഡ് വെൻ ദ ടൈറ്റിൽ ടു ഗുഡ്സ് പാസസ് ടു കസ്റ്റമർ, നോട്ട് നെസസറിലി വെൻ മണി ചേഞ്ചസ് ഹാൻഡ്. എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? അതായത് ഏത് കോൺസെപ്റ്റിലാണ് നമ്മൾ പറയുന്നത് പ്രോഫിറ്റ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ, അതായത് ആ ഒരു വ്യക്തിയിലേക്ക് ടൈറ്റിൽ മാറുമ്പോൾ തന്നെ, അതായത് കിട്ടാനുള്ള അവകാശം മറ്റൊരാളിലേക്ക് മാറുമ്പോൾ തന്നെ നമുക്കത് റെക്കോർഡ് ചെയ്യാം. നോട്ട് നെസസറിലി വെൻ മണി ചേഞ്ചസ്, അതായത് വ്യക്തിയിലേക്ക് ക്യാഷ് കിട്ടുമ്പോൾ തന്നെ ആയിരിക്കണം എന്നില്ലെന്ന്. അതായത് ഇപ്പം നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്നൊരു മെറ്റീരിയൽ വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു, അപ്പം നിങ്ങൾ എനിക്കത് പിന്നീട് ക്യാഷ് തരാമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ എൻ്റെ നിന്ന് വാങ്ങിച്ചപ്പോൾ തന്നെ നിങ്ങൾക്കത് കിട്ടി. സോ ഇനി ആ ക്യാഷ് തിരിച്ച് കിട്ടാനുള്ള, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഓണർഷിപ്പ് ഷെയർ ചെയ്യുമ്പോൾ തിരിച്ച് ക്യാഷ് കിട്ടാനുള്ള അവകാശം എനിക്കുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ തന്നെ നമുക്കത് റെക്കോർഡ് ചെയ്യാം. അതല്ലാതെ ക്യാഷ് കയ്യിൽ കിട്ടുമ്പോൾ വേണമെന്നില്ല, അതിന് മുന്നേ അത് റെക്കോർഡ് ചെയ്യാം. ഇത് എവിടെയാണ് നമ്മൾ പറയുന്നത്? ഇറ്റ്സ് അബൌട്ട് റിയലൈസേഷൻ കോൺസെപ്റ്റ്. റിയലൈസ് ചെയ്യുമ്പോഴേ, ആ ഓണർഷിപ്പ് അവിടെ വരുമ്പോഴേ, അല്ലെങ്കിൽ ലീഗലി അത് കിട്ടാനുള്ള ഒരു അവകാശം ഉണ്ടാകുമ്പോഴേ നമുക്കത് റെക്കോർഡ് ചെയ്യാം. നമ്മൾ പറയുന്നത് റിയലൈസേഷൻ കോൺസെപ്റ്റിലാണ്. വളരെ ഡയറക്റ്റ് ആയിട്ട് അല്ല ചോദിച്ചിരിക്കുന്നത്, ഒന്ന് ട്വിസ്റ്റ് ചെയ്താണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ വായിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, എനിവേ കറക്റ്റ് ആൻസർ ഫോർ ദാറ്റ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ ബി. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ 2023 ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ കമ്മിങ് എക്സാമിന് വേണ്ടി നിങ്ങൾ കൃത്യമായി ശ്രദ്ധ കൊടുക്കേണ്ട ഏരിയാസാണ് നമ്മളിതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ച ഈ വരുന്ന വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങൾ പഠിക്കുമ്പോൾ കൊമേഴ്സുകാരാണെങ്കിൽ കൊമേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടി നോക്കണം, മാനേജ്മെൻറ്റുകാർ കൊമേഴ്സുകാരുടെ ക്വസ്റ്റ്യൻസ് കൂടി നോക്കുന്നത് നല്ലതാണ്. നമുക്ക് അടുത്ത തവണത്തെ ക്വസ്റ്റ്യൻസ് കുറച്ചൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഡു പ്രിപ്പയർ വെൽ ഫോർ യുവർ എക്സാം. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.